ജിമ്മിലേക്ക് പോകുന്നത് ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫിറ്റ്നസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുവന്നത്. ഹായ് ഗൈസ്, എല്ലാവർക്കും അപ്പോൾ ഒരു ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ എൻ്റെ ഓൺ വോയിസ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് റെസൊല്യൂഷൻസ് ഒക്കെ എടുത്ത് ജിമ്മിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം. ഓക്കെ, നല്ല ഡിസിപ്ലിൻ ആയിരിക്കണം, അതായത് നല്ല ഡയറ്റ് നോക്കേണ്ടി വരും. അതിപ്പോൾ നിങ്ങളുടെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ഷറി ആവണമെന്നില്ല, നിങ്ങൾ എന്താ കഴിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 2 മാസത്തിൽ തീർന്നു പോലെ. സോ ദി പീപ്പിൾ തിങ്സ് ദാറ്റ് നല്ലൊരു ഫിറ്റായിട്ട് ബോഡി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ മാഗി ഉണ്ടാക്കുന്നുള്ളൂ 2 മാസത്തിൽ 3 മാസത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കും. മാഗി നമുക്ക് 2 മിനിറ്റ് ഉണ്ടാക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുക. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കുന്ന പ്രോസസ്സ് പോലെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും ഫുഡെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഫുഡായിട്ട് കമ്പയർ ചെയ്തത്. ഒരിക്കലും നമുക്ക് ബിരിയാണി 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല, അതിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതേപോലെയാണ് നല്ല ടൈം എടുത്ത് നമ്മൾ പ്രതീക്ഷിച്ച് പേഷ്യൻസ് ആയിട്ടിരുന്ന് കഴിക്കുന്ന ബിരിയാണിക്ക് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ബോഡി സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തും പേഷ്യൻസ് ഉണ്ടാവണം. അപ്പോൾ ആ പേഷ്യൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പരിപാടി നിങ്ങൾ 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ നിർത്തുന്നതായിരിക്കും. ഈ 2026 നിങ്ങൾ കുറച്ച് പേഷ്യൻസ് കാണിക്കുക, ബിലീവ് ഇൻ ദി പ്രോസസ്, നിങ്ങളെ കൊണ്ട് പറ്റും.